ഹായ് പ്രിയ സുഹൃത്തുക്കളെ, മതം വിട്ടവരുടെ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. അതെ, എന്തുകൊണ്ട് താൻ ഈ പ്രാകൃതമായ മതം ഉപേക്ഷിച്ചു? വെറുതെ ആരെങ്കിലും പറഞ്ഞു കേട്ടതുകൊണ്ടോ? ജൂതന്മാർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പാരിതോഷികം നൽകിയതുകൊണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടോ? അതോ ഇസ്ലാമിനോട് എന്തെങ്കിലും ശത്രുതയുള്ളതുകൊണ്ടോ? ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ആരിൽ നിന്നെങ്കിലും അച്ചാരം വാങ്ങിയിട്ടാണോ? അങ്ങനെയൊക്കെയാണ് പൊതുവിൽ പറയാറ്. അപ്പോൾ വ്യക്തമായ തെളിവുകളുമായി താൻ എന്തുകൊണ്ട് ഈ മതം ഉപേക്ഷിച്ചു, എന്താണ് ഈ മതത്തെക്കുറിച്ച് ഇന്നുള്ള പൊതുവിലുള്ള പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് തുടങ്ങിയ വളരെ അഗാധമായ ജ്ഞാനങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വളരെ പരന്ന വായനയുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആരാണ് അദ്ദേഹം എന്നല്ലേ അദ്ദേഹം തന്നെ പറയും. ഹായ് ടീച്ചർ, മറ്റ് ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ നിസാർ മുഹമ്മദ് അബ്ദുള്ള എന്നാണ് ഫുൾ നെയിം. ആലപ്പുഴ സ്വദേശിയാണ്. ഞാനിപ്പോഴൊരു ഓൺലൈൻ സർവീസ് എഡ്യൂക്കേഷൻ പർപ്പസും PSC, ബാങ്ക് അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നു. മുമ്പ് ഷോർട്ട് ടൈം പ്രവാസിയായിരുന്നു. 90കളിൽ സൗദി അറേബ്യയിലുണ്ടായിരുന്നു കുറച്ചു കാലം, 5 വർഷത്തോളം. ഞാൻ 53 വയസ്സുള്ള ഒരാളാണ്. വിവാഹിതനാണ്, 2 പെൺകുട്ടികളുണ്ട്. അതാണ് എൻ്റെ ഫാമിലി. നിസാർ ഭായ് അദ്ദേഹത്തിൻ്റെ മതം വിട്ട ചരിത്രങ്ങളും അദ്ദേഹം അതുവഴി നേടിയ വിജ്ഞാനങ്ങളും പൊതുസമൂഹത്തോട് ഒരു പൗരനെന്നുള്ള നിലയിൽ, ഒരു മതരഹിതനെന്നുള്ള നിലയിൽ പറയാനുള്ളതും ഒക്കെയായിട്ടാണ് നമ്മോടൊപ്പം ഇന്നീ ദിവസം അണിചേർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കാദ്യമായി തന്നെ അദ്ദേഹം എന്തുകൊണ്ട് മതം വിട്ടെന്നോ അതല്ലെങ്കിൽ ഇപ്പോൾ ഏത് നിലപാടിൽ എത്തി നിൽക്കുന്നു എന്നോ അറിയുന്നതിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും അതിൽ നിന്ന് ലഭിച്ച മതവിജ്ഞാനത്തിൽ നിന്നാണോ അദ്ദേഹം മതരഹിതനായത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നമ്മളുമായി പങ്കുവെക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകാം. കുട്ടിക്കാലത്തും കടുത്ത മതനിഷ്ഠയോടെ വളർന്ന ഒരാളല്ല ഞാൻ. അത്രയും നിർബന്ധം ഉള്ളൊരു സാഹചര്യമായിരുന്നില്ല വീട്ടിൽ. മറ്റ് സ്കൂളുകൾ പോലെ കമ്പൽസറി ആയിരുന്നു, അല്ലാതെ മദ്രസ പഠനം നിർബന്ധമല്ല. പിന്നെ വെക്കേഷൻ ടൈമിൽ വീട്ടിലെ അംഗം കാരണം ഞാനും കസിൻസും ഒക്കെ നമ്മളെല്ലാം കൊണ്ട് മദ്രസയിൽ ചേർക്കും 2 മാസം. അങ്ങനെയുള്ള മതപഠനമാണ് ചെറിയ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. അന്നേരം അത് കുറച്ച് കഴിഞ്ഞ് ഇല്ലാതെയുള്ള വായനയിലൂടെയാണ് മതമായിട്ട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ മതപഠനത്തിൻ്റെ ഒരു ഹിസ്റ്ററി. അതാണ്. കുട്ടിക്കാലത്ത് തന്നെ കടുത്ത മതനിഷ്ഠയിൽ വളർന്ന ഒരാളല്ല ഞാൻ. കാരണം എൻ്റെ ബാപ്പയും ഉമ്മയും എൻ്റെ സഹോദരി അടങ്ങുന്ന എൻ്റെ എന്നെക്കാൾ ഒരു 4 വയസ്സ് മൂത്ത ആളാണ് എൻ്റെ സഹോദരി. അതായിരുന്നു നമ്മുടെ കുടുംബം. ബാപ്പയ്ക്ക് ഗവൺമെൻറ് സർവീസിലായിരുന്നു. അന്നേരം കടുത്ത മതനിഷ്ഠയും അതൊന്നും കമ്പൽസറി അല്ല. പള്ളിയിൽ പോകണം, മദ്രസയിൽ പോകണമെന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ വെക്കേഷൻ ടൈമിൽ മാത്രം എന്നെയും കസിൻസിനെയും എല്ലാവരെയും കൊണ്ട് മദ്രസയിലാക്കുമായിരുന്നു വീട്ടുകാർ. അത് ആ വീട്ടിലെ അലമ്പും മരത്തിൽ കയറി ഇങ്ങനെ ബഹളമൊക്കെ ഒഴിവാക്കാനായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത്. വീട്ടിലും അങ്ങനെ ആരും കടുത്ത മതനിഷ്ഠയില്ല. അവരൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നോമ്പ് മാസമൊന്നും അത്ര കമ്പൽസറി ഒന്നും ആയിരുന്നില്ല. പിന്നെ ഈ പെരുന്നാൾ വരുമ്പോൾ എല്ലാവരും പെരുന്നാൾ, അതുകൊണ്ട് പെരുന്നാൾ, അങ്ങനെയുള്ളൊരു രീതിയിൽ പോയിരുന്ന ഒരു കുട്ടിക്കാലമാണത്. അതിൽ കമ്പൽഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നതാണ്. പിന്നെ മതജീവിതവും മതരഹിത ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ മതരഹിതനായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? താങ്കൾ മതരാഹിത്യത്തിലേക്ക് നടന്നെടുത്ത പശ്ചാത്തലം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. പിന്നീട് ടീനേജിലാണ് പുസ്തകങ്ങളൊക്കെ ആയിട്ട്, 80കളിലാണ് അത് പുസ്തകങ്ങളൊക്കെ ആയിട്ട് അടുക്കുന്നത്. അത് മതഗ്രന്ഥങ്ങളും മതേതര ഗ്രന്ഥങ്ങൾ, സാഹിത്യമൊക്കെ വായിച്ച് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സുന്ദരമായ കാലമായിരുന്നു. അപ്പോഴാണ് മതഗ്രന്ഥങ്ങൾ തന്നെ ഇഹ്യാ ഉലുമുദ്ദീൻ, ട്രാൻസ്ലേഷൻ, ഖുറാൻ്റെ ഇതൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട്. അതൊന്നൊരു എൻ്റെ ഒരു വൺ സൈഡിൽ നിന്നുള്ളൊരു വായനയല്ല. ഞാൻ എൻ്റെ കിതാബാണ്, ഇത് പറയുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞ് ഞാൻ വായിക്കാറില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ നിഷ്പക്ഷമായിട്ടാണ് വായിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ സാഹിത്യകൃതികളുടെ 7 അയലത്ത് പോലും നമ്മുടെ ഒരു മതഗ്രന്ഥങ്ങളും വരുന്നില്ലെന്നുള്ളതാണ്. ഉദാഹരണം ഇപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. ഈ പാവങ്ങളുടെ ഹ്യൂമാനിറ്റി ഒരു മതഗ്രന്ഥത്തിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് വേറൊരു കാര്യം.
പിന്നെ മത ചുറ്റുപാടെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ പാസ്റ്റ് കേരളത്തിൽ ഈ ഇസ്ലാം മതത്തിൽ ജനിച്ചു, നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ജീവിച്ചു പോന്നു ഈ മതനിഷ്ഠയൊക്കെ ആയിട്ട്. ആ ഒന്നിലൊരു കമ്പൽസറി ആയിട്ടുള്ള നിർബന്ധ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇത് മാറി വന്നത് കുറച്ച് കാലം കഴിഞ്ഞാണ് ഈ പെട്രോ ഡോളറും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഫനാറ്റിക്കായിട്ടുള്ള ആളുകളൊക്കെ വന്ന് മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഇവർ ഈ സ്ലോ പോയിസം കൊടുത്ത് അത് മുഖം മറക്കണം, വേഷവിധാനത്തിലാണ്, അത് ഹറാമ് ഇത് ഹറാമ് എല്ലാം എവിടെയും തിരിയാൻ പറ്റാത്തൊരു രീതിയിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ അങ്ങനെ ആക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പറയേണ്ടതില്ലല്ലോ. അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. പിന്നെ മതരഹിത ജീവിതം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചുറ്റുപാടുകളൊന്നും അങ്ങനെ പ്രതിസന്ധിയൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാനൊരു സിറ്റിയിലാണ്, തിരക്ക് പിടിച്ചൊരു ഇതിൽ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം. മാത്രമല്ല മറ്റ് കടുത്ത യാഥാസ്ഥികരുമായിട്ടൊന്നും എനിക്ക് വലിയ അടുപ്പമില്ല. അവരോട് പള്ളിയിൽ പോകണോ ദൈവം ഉണ്ടെന്നോ ഒന്നും ഞാൻ പറയാൻ പോകാറില്ല. കാരണം കുറച്ച് ബോധമുള്ള, കുറച്ച് മതവും മറ്റു മതങ്ങളും മറ്റു ലോകകാര്യങ്ങളൊക്കെ അറിയാവുന്ന ആരെങ്കിലുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ അങ്ങനെ പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ ഇങ്ങോട്ടും ആരും വരാറില്ല. ഇപ്പം എൻ്റെ മൂത്ത കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ വർഷം നടന്നിരുന്നു. അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം എല്ലാവരും മതജീവികൾ തന്നെയാണ്, എല്ലാവരും വന്നിരുന്നു, എല്ലാവരും പങ്കെടുത്തു. അന്നേരം അതിലൊന്നും വലിയ ഇതുവരെയും ഡിസ്റ്റർബ് ഉണ്ടായിട്ടില്ല. റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ മനോനിഷ്ഠം മാത്രമാണ്. അതിൽ യുക്തിക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. അവനവൻ്റെ റിലീജിയനിൽ മാത്രമേ ഒരു യുക്തി കണ്ടെത്തുള്ളൂ. കാരണം ഈ മതം പറഞ്ഞ് നടക്കുന്ന അക്ബർ ബാലുശ്ശേരിമാരുടെ മരണശേഷം സാക്ഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ അവരുടെ അടുത്ത് വന്ന് നിങ്ങൾ തൃപ്രയാർ കൊടുങ്ങൽ റൂട്ടൊക്കെ പോയല്ലോടെ, എന്നിട്ട് ഗുരുവായൂർ വന്ന് തൊഴുതോ, അതുകൊണ്ട് നിങ്ങളെ ഞാൻ നരകത്തിലേക്ക് വിടുകയാണ് എന്ന് ആലോചിച്ച് അവർ വറീടാകാത്ത കാലത്തോളം നമ്മളെന്തിനാണ് ഒരു ആകാശമാമൻ ഫ്രൈയും പാനുമായിട്ടിരിക്കുന്ന ആ സങ്കല്പോർത്ത് വറീടാകുന്നത്? അത്രേ എനിക്ക് പറയാം. സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംജാതമാക്കാൻ സാധിക്കുന്നത് മതത്തിനാണോ മതരാഹിത്യത്തിനാണോ? മാറ്റമുണ്ടാകും. ഇതൊക്കെ മാറും. ഇതൊക്കെ മാറുന്ന കാലം വിദൂരമല്ല. കാരണം മനുഷ്യത്വത്തിലേക്ക് കൂടുതൽ അടുക്കും തോറും ഈ മതത്തിൻ്റെ ക്ലച്ചസ് മാറും. ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്നില്ലേ, ക്രിസ്ത്യാനിറ്റിയുടെ അത് മതത്തിൻ്റെ പരാജയമല്ല, അത് സത്യത്തിൽ അവിടെ മാനവികതയുടെ വിജയമാണ്. മനുഷ്യൻ കൂടുതൽ ശാസ്ത്രബോധവും മനുഷ്യത്വമുള്ളവരായി മാറുമ്പോൾ ഈ പഴം കഥകൾ അവരിതാകും. മുസ്ലിങ്ങൾ മാത്രം ആ ഡോഗ്മ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്ക് മുസ്ലിം സാധാ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം കുറവാണ്. മറ്റൊരാൾ ഇതര മതസ്ഥരായ ആളുകൾ ഇതിനെ പുകഴ്ത്തി പറയുന്നത് അവർക്ക് ഇഷ്ടമാണ്. മൈക്കിൾ ഹാർട്ട് പറഞ്ഞു ഇന്ന ആൾ കൊള്ളാം, മറ്റേ സ്വാമി പറഞ്ഞു നോമ്പ് പിടിക്കുന്നത് നല്ലതാണ്, ശാസ്ത്രീയമാണ്. ഇതിലൊക്കെ നിർവൃതി കൊള്ളുന്നവരാണ്. താൽക്കാലികം അവർ ശുദ്ധാത്മകളുമാണ്. എല്ലാം മാറും. കാലം അതിൻ്റെ കനത്ത കരം കൊണ്ട് ലീലയാലൊന്ന് പിടിച്ചു കുലുക്കിയാൽ പാടേ പതറിക്കൊഴിഞ്ഞു പോവും ബ്രഹ്മാണ്ട പാദപൂക്കളാം താരങ്ങൾ കൂടി എന്നാണ് അസറത്ത് വള്ളത്തോൾ നാരായണമേനോൻ പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാം മാറുക തന്നെ ചെയ്യും. അന്നേരം ഇത് കാലത്തിൻ്റെ ആവശ്യമാണ്, അങ്ങനെ ഉണ്ടാകും. കാരണം ഇത് വരുന്ന ഇതിൻ്റെ ഒരു മിഡിൽ കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡാണ് നമ്മൾ കാണുന്നത്. ഈ ലാവയൊക്കെ ഒലിച്ചു പോകുമ്പോഴുള്ള അഗ്നിപർവ്വതത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ. ഇനി തണുത്തോളം ചിലത് ശരിക്കും നിർവീര്യമായ അഗ്നിപർവ്വതമായി മാറും. പിന്നെ അതുകൊണ്ട് ആർക്കും വലിയ ഉപദ്രവമൊന്നും ഉണ്ടാകത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. മതപ്രഭാഷകരുടെ ഈ കോമഡി പ്രസംഗമൊക്കെ കേട്ട് ആർക്കും എന്തെങ്കിലും ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പം കോമഡിക്കാർ മാത്രമല്ല, ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര വലിയ വായിൽ വർത്താനം പറയുന്ന ആളുകളാണെങ്കിലും അത് തന്നെ അവർ മനുഷ്യവിരുദ്ധമായ മാനവവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ വേണ്ടത് ഇപ്പോഴും മുമ്പുള്ള പുരോഹിതന്മാരെ പോലെയല്ലോ ഇപ്പോൾ ഭൗതിക വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. ശരിക്കും പല ലാംഗ്വേജിലും അറിവുള്ളവരാണ്. അവരത് വായിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള വായനയിലൂടെ ഇപ്പം സോഷ്യൽ മീഡിയ വന്നപ്പോഴുള്ള മാറ്റം നമ്മൾ കാണുന്നില്ലേ, അത് കാണുന്നുണ്ടല്ലോ. അന്നേരം അങ്ങനെ വായന ചെയ്തും അങ്ങനെയുള്ള അറിവ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വായിച്ചറിയാം, അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ കിട്ടും. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന അറിവ് ഒരു വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണത്. പുതുതലമുറയിൽ പ്രതീക്ഷയുണ്ട്. കാരണം അവർ ഹ്യൂമാനിറ്റി ഉള്ളവരാണ്. ഹ്യൂമാനിറ്റി ഉള്ളതുകൊണ്ടാണ് മതത്തിൽ നിന്ന് മാറിയൊക്കെ ചിന്തിക്കുന്നത് കുറച്ച് പേര്. കാരണം കഴിഞ്ഞ ഡിസംബറിൽ മലപ്പുറത്ത് സ്വാതന്ത്ര്യലോകം പരിപാടിക്ക് വന്നപ്പോൾ അവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. എനിക്ക് മലപ്പുറം പോലുള്ള സ്ഥലത്ത് അങ്ങനൊരു കാഴ്ച അത്ഭുതം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്.
പിന്നെ ഈ ടീനേജ് പ്രായത്തിൽ ഇപ്പോഴും ചെറിയ സംഘടനകൾ, മതത്തിൻ്റെ സംഘടനകളിലൊക്കെ ഇവർ സ്കൂളിലൊക്കെ ചെന്ന് ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അവരതിൽ നിന്ന് മോചനം നേടി പുറത്ത് വരാൻ ഇത്തിരി സമയമെടുക്കും. കുറച്ച് മറ്റ് ലോകത്തേക്ക് അവർ വായനയുടെയും ഇതിലൊക്കെ വരുമ്പോൾ ആ മാറ്റം മാറി ചിന്തിക്കാനുള്ള ഇതും ഉണ്ടാകും. ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സന്ദർഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം ഏതാണ്ട് സ്വതന്ത്ര ചിന്ത വളരെയധികം മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞു. സ്വതന്ത്ര ചിന്ത പണ്ടൊക്കെ യുക്തിവാദ സദസ്സുകളിൽ സിംഹവാലം കുരങ്ങനെ പോലെ വംശനാശ ഭീഷണി നേരിടുന്ന 4-5 ആൾക്കാരായിരുന്നെങ്കിൽ ഇന്ന് 300 രൂപയും മറ്റും കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും സീറ്റുകളില്ലാത്തൊരവസ്ഥയുണ്ട്. വരും തലമുറയിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമോ? സോഷ്യൽ മീഡിയയിലൂടെ എന്തും ഫ്രീ തിങ്കേഴ്സിനെതിരെ വിളിച്ചു പറഞ്ഞിരുന്നവർ കുറച്ചുകൂടി പക്വമതികളായി കാര്യങ്ങളെ ഗൗരവമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ കമൻറ്റുകളിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള ജബ്ബാർ മാഷിൻ്റെയൊക്കെ വീഡിയോ അല്ലെങ്കിൽ അതിനുള്ള കമൻസ് ഭരണിപ്പാട്ടായിരുന്നു. ഇപ്പോഴത് വളരെ കണ്ട് കുറഞ്ഞു. കാരണം കാര്യങ്ങൾ അവരും ഗഹനമായി പഠിച്ചു തുടങ്ങി, ഗഹനമായി ചിന്തിച്ചു. അതിൽ നിന്ന് മാറ്റമുണ്ടായ ഒരുപാട് പേര് മാറി ഫ്രീ തിങ്കറായിട്ടുണ്ട്, സ്വതന്ത്ര ചിന്തയുടെയും മതേതരമായ സ്വഭാവത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ എത്തിസവും ഫ്രീ തിങ്കർ കേസൊക്കെ വാച്ച് ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഇപ്പോഴും വളരെ മാറ്റമുണ്ട്. ഒരു മെച്ചുവേർഡായിട്ടുള്ളൊരു വിശ്വാസ സമൂഹമാണ് ഇപ്പോഴും ഏറെക്കുറെയൊക്കെ അത് നോക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറച്ച് കാലം മുമ്പേ ജബ്ബാർ മാഷും മറ്റ് ആളുകളുടെയൊക്കെ അന്ന് വീഡിയോസ് അല്ല, ബ്ലോഗുകളിലൊക്കെ അദ്ദേഹമൊക്കെ എഴുതുന്നതിൻ്റെ താഴെ ഭരണിപ്പാട്ടായിരുന്നു. അതിപ്പം മാറിയിട്ടുണ്ട്. നെഗറ്റീവ് കമൻസും തെറിവിളിയൊക്കെ കുറഞ്ഞു. കുറച്ച് പേരൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്ന. മുമ്പ് തർക്കവും ബഹളവും തെറി വിളിച്ചിരുന്നവരൊക്കെ അവരുടെ മനസ്സ് മാറി ഈ ശാഖയിലൊക്കെ വന്നതായിട്ട് നമുക്കറിയാം. അന്നേരം അത് മാറും. കാരണം വായനയും അറിവും എല്ലാം നമ്മളിപ്പോൾ വിരൽത്തുമ്പിലാണല്ലോ. ആരെയും എല്ലാത്തിനും തെളിവുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ജേണലുകൾക്ക് തെളിവുകൾ എവിടെ നിന്ന് വേണമെങ്കിലും തപ്പിയെടുക്കാം. അങ്ങനെ വായിച്ചൊക്കെ വരുമ്പോൾ മാറ്റങ്ങളുണ്ടാകും. സോഷ്യൽ മീഡിയ അതിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, പ്രത്യേകിച്ച് എത്തിസം ഇങ്ങനെയുള്ള സംഭവത്തിന്. മറ്റു പല കാര്യത്തിനും ആണെങ്കിലും ഇപ്പം കപടശാസ്ത്രം പ്രചരിപ്പിക്കാനും കുറച്ചൊക്കെ അത് ഇതാണെങ്കിൽ ഈ ഒരു മേഖലയിലത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പണ്ട് ഇസ്ലാമിക പ്രഭാഷകർ ബൈബിളിൽ തെറ്റുണ്ടോ എന്ന് നോക്കി നടന്നിരുന്നു. ഇന്ന് ക്രിസ്ത്യൻസ് ഖുർആനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അവർ സോഷ്യൽ മീഡിയയിൽ ഖുർആനിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും ഇസ്ലാമിക പ്രഭാഷകരെയും തേച്ചൊട്ടിക്കുകയും പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഇതിനെ താങ്കളുടെ പരന്ന വായനയും വിശാലമായ വിജ്ഞാനവും വെച്ച് എങ്ങനെ നോക്കിക്കാണുന്നു? ബൈബിൾ തിരുത്തപ്പെട്ടതാണ്, അബദ്ധമാണ്, ഇതായിരുന്നു നാട് നിങ്ങളെ പറഞ്ഞു നടന്നിരുന്നത്. ഇപ്പോഴിവിടെ ഒരു ദിവസത്തെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ പുരോഹിതന്മാർക്ക് മറുപടി കൊടുക്കലാണ്. കാരണം അവരുടെ ഗ്രന്ഥം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവർ ട്രോളാൻ പോയാൽ വല്ല കാര്യമുണ്ട്. ഇപ്പം കിടന്ന് വെള്ളം കുടിക്കാൻ നമ്മൾ കാണുന്നുണ്ടത്. പിന്നെ എവല്യൂഷൻ തിയറി അത് തെറ്റാണെന്ന് പറയേണ്ട ആ ശാസ്ത്രശാഖകളുടെ സയൻറ്റിസ്റ്റുകൾ തന്നെയാണ്. തെളിവുകളാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇവർ തെളിവുകൾ കൊണ്ടുവരട്ടെ. അസീറിയൻ നാടോടി കഥകളിലെ കഥ പോലെയല്ലല്ലോ ഇതിലെ കാര്യങ്ങൾ. സയൻസിന് തെളിവുകളാണ് വേണ്ടത്. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ജൂതന്മാരോട് ഇത്ര വെറുപ്പെന്താ? ഇത്ര വെറുപ്പ് കാണിക്കേണ്ട കാര്യം എന്താ? നൊബേൽ പ്രൈസ് കിട്ടിയത് ആളുകളിൽ 20% അവർ തന്നെയാണ് ലോകത്തിന് സംഭാവന ചെയ്തത്. അവരെല്ലാം ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ചരിത്രം അതല്ലേ. മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രം അവർ വെറുക്കണോ? എന്തൊരു സ്റ്റുപ്പിഡിറ്റിയാണിത്. ലോകം ഒരുപാട് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചൊവ്വയിലേക്ക് ആൾക്കാർ പലായനം ചെയ്യാനും അതിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും അവിടെ താമസയോഗ്യമാക്കാനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴും മുസ്ലിം പ്രഭാഷകർ നബിയുടെ മലമാണോ മാലിന്യം, മൂത്രമാണോ മാലിന്യം, ലോകമൊരു ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ ജീവിതവും ജീവനും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലും ഇവിടെ ആൾക്കാർ ഇസ്ലാമിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ, ഇസ്ലാമിലേക്ക് മതം മാറ്റിക്കൊണ്ടുപോകാൻ ഉള്ള തിരക്കിലാണ്. ഇസ്ലാമിക പ്രഭാഷകരുടെ വഷളൻ പ്രഭാഷണങ്ങൾ നമ്മളും കേൾക്കുന്നു മീഡിയകളിലൂടെ. ഇന്നും ഇസ്ലാമിക സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? മതത്തിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് നന്നായി പലർക്കും അറിയാമെങ്കിലും
അതിനെ തുറന്നു പറയാൻ സാധിക്കാത്തത്, അവർ അതിന് തയ്യാറാകാത്തത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ സഹിഷ്ണുതയില്ലായ്മയല്ലേ? ആശയമില്ലാതാകുമ്പോൾ ആയുധമെടുക്കുന്ന ഒരു പ്രവണത നമ്മളിലില്ലേ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ലോകം മുഴുവൻ മാനവികതയിലേക്ക് അടുക്കും തോറും നമ്മുടെ മുസ്ലിംകടയിൽ ഒരു ചെറിയ വിഭാഗത്തിന് കടുത്തൊരു തീവ്ര സ്വഭാവം വരുന്നുണ്ട്. അതിലാണ് ഈ മതത്യാഗിയെ വധിക്കുന്ന, മൃതത്തിനെ വധിക്കുന്ന കാര്യമൊക്കെ വരുന്നത്. അതിൻ്റെയൊക്കെ വക്താക്കൾ എന്ന് പറയുന്ന മൗദൂദി, അദ്ദേഹം മരിച്ചുപോയി. മൗദൂദിയെ കഴിഞ്ഞപ്പോൾ ഈ സമകാലീന നമ്മുടെ കാലത്തെ യൂസഫുൽ ഖർദാവിയൊക്കെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ സ്വത്തവകാശം പോലും കൊടുക്കേണ്ടതില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൗദൂദിയുടെ പുസ്തകങ്ങൾ നമുക്കറിയാം. കാരണം ഈ രാഷ്ട്രീയ ഇസ്ലാമായിട്ട് കാണുന്നത്, കാരണം ഊണിലും ഉറക്കത്തിലുമൊക്കെ ഇസ്ലാമായിട്ട് ജീവിക്കുക, എല്ലാം അതുപോലെ മുസ്ലിങ്ങളല്ലാത്തവരിൽ നിന്നും നികുതി ഈടാക്കുന്ന പോലുള്ള അപരിഷ്കൃതമായ കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സമൂഹമാണ് അവർ. പിന്നെ അത് ഇവിടെ വിലപ്പോകാത്തതുകൊണ്ട് ഹുക്കൂമത്തിലായൊക്കെ അവർ മടക്കി നാലായിട്ട് വേറെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇക്കാമത്തുദ്ദീനായിരുന്നു. മാത്രമല്ല മൗദൂദിയൊക്കെ പതുക്കെ തള്ളിപ്പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും തീവ്ര സ്വഭാവം. ഇദ്ദേഹം ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയിപ്പോൾ പ്രശ്നമുണ്ട്. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം പത്താൻകോട്ടിൽ നിന്ന് ലാഹോറിലേക്ക് പോയ ആളാണ്. അവിടെ ചെന്ന് കടുത്ത തീവ്ര സ്വഭാവത്തിലേക്ക് അവിടെയുള്ള ആളുകളെ മാറ്റിമറിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അവിടെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷക്കാരായ അഹമ്മദിയക്കാരെ കൊന്നൊടുക്കിയതിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് മൗദൂദി. മുനീർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും നെറ്റിലൊക്കെ ഉണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ആദ്യം അത് സമ്മതിക്കില്ല. കാരണം മുനീർ ഭൗതികവാദി ആയിരുന്നുകൊണ്ടാണ് അത്ര, അങ്ങനെയാണ് അവർ പറയുന്നത് ഇദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചെന്നാൽ. പിന്നീട് വന്ന ഭരണകൂടത്തിൻ്റെ ഈ മതമൗലിക സ്വഭാവം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. വളരെ രസകരമായ കാര്യം, ഇദ്ദേഹം നാഴേക്ക് 40 വട്ടം പാശ്ചാത്യരെ കുറ്റം പറയുന്ന ആളാണ്. പക്ഷേ സ്വന്തം മകൻ്റെ കാര്യത്തിൽ, മകനെയൊക്കെ ന്യൂയോർക്കിലെ ബഫലോയിലാണ് കക്ഷി ഡോക്ടറെ കണ്ടായിരുന്നു. ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടെ വെച്ചാണ് മരണപ്പെടുന്നത്. പിന്നെ പാക്ക് ചെയ്ത് പാകിസ്ഥാനിൽ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ പാകിസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെ എല്ലാം ശിർക്കെന്ന് പറഞ്ഞ അദ്ദേഹം ഈ മക്കയിലെ കാബ പുതപ്പിക്കുന്നൊരു അങ്കി, അതൊക്കെ വെച്ചിട്ട് ഭയങ്കര ജാഥയൊക്കെ നടത്തിയായിട്ടുള്ള പഴയ പത്രക്കുറിപ്പുകളൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിൽ ഈ ഈ ഖർദാവിയുടെ കാര്യം ഇപ്പോഴും ഇവർ പറയുന്നു. യൂസഫുൽ ഖർദാവിയെ ഭയങ്കര അംഗത്താളായിട്ടാണ് പറയുന്നത്. കാരണം ഇതും നിലനിൽക്കുന്ന കാര്യമല്ല. മറ്റൊന്ന്, ഈ ഫനാറ്റിക് സ്വഭാവത്തിന് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ സോഴ്സ് കൂടെയാണ്. ഈ പെട്രോൾ ഡോളറിൻ്റെ കാര്യമില്ല, ഇതിൻ്റെ സോഴ്സ് കുറയും തോറും ഇവർ അത്ര ശക്തി കുറയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീവ്ര സ്വഭാവത്തിന് പണവും ആവശ്യമാണല്ലോ, എക്യുപ്മെൻറ്റ്സ്, ആയുധങ്ങളുടെയൊക്കെ ഒരു ഇതുണ്ട്. അതൊക്കെ നിലക്കും തോറും ഇപ്പോഴും കണ്ടില്ലേ മാറ്റം വന്ന് നോക്കുക. മിഡിൽ ഈസ്റ്റിൽ തന്നെ നോക്കുക, ബഹ്റൈൻ, UAE പോലുള്ള സ്ഥലമൊക്കെ ബദ്ധശത്രുക്കളായിരുന്നു, മുസ്ലിങ്ങൾ ബദ്ധശത്രുക്കൾ. എങ്ങനെ ആയെന്നറിയില്ല. ജൂതന്മാരുമായിട്ട്, അതായത് ജ്യൂസുമായിട്ട്, ഇസ്രായേലുമായിട്ടൊക്കെ ഇതായിട്ട് അവരെന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് മറ്റൊരു കാര്യം. ഇപ്പോൾ നൊബേൽ പ്രൈസ് കിട്ടിയത് ആളുകൾ 20% ജൂതന്മാരാണ്. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചവരുമാണ്. ചരിത്രത്തിൽ നമുക്കത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു മതഗ്രന്ഥത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം അവർ വെറുക്കപ്പെടേണ്ടവരാണെന്നുള്ളതിൻ്റെ കാര്യം മനസ്സിലാകുന്നില്ല. പിന്നെ ഈ വേട്ടയാടൽ, കാരണം വാ അടപ്പിക്കുക എന്ന് പറയുന്ന സാധനമാണ് കൊല്ലുക. എല്ലാ ഇതിലുമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആളല്ലെങ്കിൽ കൊന്നു കളയുക എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് വരിക. അതും കടുത്തൊരു ജനാധിപത്യ സ്വഭാവം, കടുത്ത മാനവികതയൊക്കെ വരുമ്പോൾ അത് കുറയും. ഇപ്പം നമ്മുടെ ഇവിടെ ഇടക്കും എല്ലാവരും കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നില്ല, ആർഎസ്സുകാർ കാണിച്ചിട്ടുണ്ടത്, മുസ്ലിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിന് അല്പം വിഭിന്നമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ തീവ്രത ആ വിരട്ടലിലൂടെ മാത്രമേ അവർക്ക് കുറച്ച് പിടിച്ചു നിൽക്കാനും പറ്റുള്ളൂ. കാരണം ഇതിന് മറുപടി ഇല്ലാത്തപ്പോഴാണല്ലോ ആയുധം കയ്യിലെടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. നോ കമ്പൾഷൻ റിലീജിയൻ എന്നാണ്. മതത്തിൽ നിർബന്ധമില്ലെന്ന് നാഴേക്ക് 40 വട്ടം ഇവർ പറയുമെങ്കിലും പല ഭാഗങ്ങളിലും കല്ലെറിഞ്ഞു കൊല്ലലും ഈ മുർത്തദിനെ വധിക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് അത്രക്കങ്ങ് ആയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മതരാജ്യത്തിൻ്റെ കീഴിൽ താമസിക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ വിശ്വാസികൾ അനുഭവിക്കുന്ന ദുര്യോഗം നമുക്കറിയില്ല. അതിപ്പോൾ ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ്റെ കീഴിലുള്ളവരുടെ കാര്യമൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ഇത് ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിൻ്റെ എല്ലാ സുഖങ്ങളും നുകർന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് അവിടെ കിടന്ന് തിളപ്പ് കാണിക്കാൻ എളുപ്പമാണ്.
എന്തും പറയാം. ബാലുശ്ശേരിമാരും അക്ബർമാരൊക്കെ അങ്ങനെ അവരെല്ലാം കൂടെയാണ് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞ് അന്യമത വിദ്വേഷം ഉണ്ടാക്കി തീർത്തത്. മറ്റു മതം നമ്മുടെ മാത്രം ശരി എന്നുള്ള ഇതുണ്ടാക്കി തീർക്കുന്നത് അവരാണ്. ഇപ്പോഴും ചെറുപ്പക്കാർ വിശ്വാസികൾ തന്നെ മാറി ചിന്തിക്കാനും അവർ കാരണമായി എന്നുള്ളത് വേറെ മറ്റൊരു കാര്യം. എല്ലാ കാലത്തും എല്ലാ മതങ്ങളും സ്ത്രീകളെ അടിച്ചമർത്തുകയും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേൽ വിലക്കുകൾ ഏർപ്പെടുത്തുകയും പുരുഷന്മാരാൽ നിയന്ത്രിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന് പറയുകയും ചെയ്ത ഒരു സമൂഹത്തിൽ നിന്ന് പെൺകുട്ടികൾ തന്നെ ചോദ്യകർത്താക്കളായി ഇസ്ലാമിക പ്രഭാഷകരെ വെള്ളം കുടിപ്പിക്കുന്നു. അത്തരം സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഇസ്ലാമിക ദൃഷ്ട്യാ എങ്ങനെ നോക്കുന്നു? പ്രഭാഷകരുടെ മുമ്പിൽ ഇപ്പോൾ പെൺകുട്ടികളാണല്ലോ ചോദിക്കുന്നത്. ഒരു ന്യായം. അവർ തന്നെയാണ്, പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് ചോദിക്കേണ്ടത്. കാരണം സ്ത്രീകളാണ് എല്ലാ മതത്തിൻ്റെയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഒട്ടുമിക്കതും അവർ തന്നെയാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പറയേണ്ടതില്ല. അവരുടെ സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിലും അവരെ ജോലിക്ക് പോകരുത്, വീട്ടിലിരിക്കണമെന്ന് തന്നെയാണ് പച്ചക്ക് എല്ലാവരും പറയുന്നത്. അത് തന്നെയാണ് മതം പറയുന്നത്. അതിന് വിപരീതമായി ചിലർ പെയിൻ്റ് അടിച്ചൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല. അവർ പറയുന്നത് കളവാണ് പറയുന്നത്. വീട്ടിലിരിക്കാൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. പിന്നെ സ്ത്രീകൾക്കുള്ള വില നമുക്കറിയാം. ഇസ്ലാമിലെ സ്ത്രീകളുടെ വില, അവരുടെ ഇത്. മേരി ക്യൂറി എന്ന് പറയുന്ന ഒരു മഹതിയുണ്ട്. മാഡം ക്യൂറി എന്ന് ബഹുമാനത്തോടെ ശാസ്ത്രലോകം വിളിച്ചിരുന്നവരാണ്. 2 നൊബേൽ പ്രൈസ് കിട്ടിയ സ്ത്രീയാണ്. ആദ്യത്തെ നൊബേൽ പ്രൈസ് കിട്ടുന്ന സ്ത്രീ അവരാണ്. അതിൽ ഇങ്ങനെ ഒരു കക്ഷി, ഒരു സാക്ഷി ഒപ്പിടാൻ വന്നാൽ ഒരു പുരുഷന്, ഇപ്പോൾ കാന്തപുരവോ എം അക്ബറോ ആരെങ്കിലും ആയിക്കോട്ടെ, നേരെ അദ്ദേഹത്തിന് ഒപ്പിടാം. ഇവർക്ക് ഒപ്പിടണമെങ്കിൽ, സാക്ഷിയാകണമെങ്കിൽ ഇസ്ലാം നിയമം അനുസരിച്ച് വേറൊരു സ്ത്രീയെ കൂടി വിളിച്ചുകൊണ്ട് വരണം എന്ന് ഒരവസ്ഥ. എത്ര പരിഹാസ്യമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അന്നേരം സ്ത്രീകൾ തന്നെയാണിതാണ്. സ്ത്രീകൾക്ക് മാറ്റം ഉണ്ടാകും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. കാരണം വളരെ രസകരമായ സ്ത്രീകളെന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടുന്നവരാണ്. നല്ലതിലേക്ക് പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടാൻ പറ്റും. നേരത്തെ തിരിച്ചുള്ള കാര്യം അതുപോലെ അവരുടെ. കാരണം അതല്ല, ഇപ്പോൾ അടുത്തൊരു കോൺഗ്രസ്സുകാരൻ്റെ, ഒരു ലീഗുകാരൻ്റെ ഒരു പെൺകുട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ കെട്ടിക്കൊണ്ട് പോയി. 3-1 ആ പാവപ്പെട്ട കുട്ടി പോയി. ഒരു യുക്തിയില്ലാതെ അദ്ദേഹം പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യും. ഭർത്താവ് പറയുന്നതനുസരിച്ച്. കാരണം സമൂഹമായിട്ട് ചുറ്റുപാടുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരാനും അതനുസരിച്ച് ജീവിക്കാനുള്ളൊരു അനുകൂലനം ഈ സ്ത്രീകളുടെ തലച്ചോറിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴതല്ല. ഇപ്പോഴും പ്രതികരിക്കാനും, കാരണം എന്താണ്, നിലനിൽപ്പെന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഏണിങ്, അതിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ സ്ത്രീകൾ അങ്ങനെ ആകുമ്പോൾ മെച്ചപ്പെടും. ഇനിയിപ്പോൾ അന്നേരം അവർക്ക് ഇതാവുണ്ടാകും. പണ്ട് അവരുടെ അനുവാദമില്ലാതെയാണ് വിവാഹം കഴിച്ചു. ഇപ്പോഴതൊന്നും അല്ലല്ലോ. പ്രായം ടീനേജിൽ കല്യാണം കഴിച്ചു വിടും. ഇപ്പോൾ നമ്മുടെ അടുത്തൊന്നുമില്ല. ഇപ്പോൾ ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ തന്നെ 24-25 വയസ്സിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസമുള്ള PG ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടും അവരുടെ മാതാപിതാക്കൾ റിച്ചായിരിക്കും. എന്നിട്ട് അവർ പറയുന്നത് അവൾ പറയട്ടെ, എന്നിട്ട് മതി കല്യാണം എന്നൊക്കെയാണ്. അങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് പോകുന്നു. അതിലെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, ചോദ്യം ചെയ്യാനുള്ള ഇതുണ്ട്, എന്തെങ്കിലുമൊക്കെ വായിച്ച് മനസ്സിലാക്കും. പിന്നെ കുറച്ച് പേര് മാത്രം ഈ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ചില SIO ഇതൊക്കെ ഇവർ ഹൈസ്കൂൾ തലത്തിൽ ചെന്ന് ട്രാപ്പിൽ ആക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. അവരുടെ ഇതിൽ നിന്ന് അതല്ല, അതും അവർ മാറി വരാവുന്ന കാര്യമേ ഉള്ളൂ. കുറച്ച് വലിയ കാര്യമൊന്നുമില്ല. അതും താമസിയാതെ അതിലൊക്കെ വേരിയേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ചോദ്യോത്തര പരിപാടിയും ഈ കോമഡി പരിപാടിയൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. പെൺകുട്ടികളൊക്കെ ചോദിക്കുന്നത്, അവർ പെൺകുട്ടികളോ ആൺകുട്ടികളോ ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടിയൊന്നുമല്ല. അവിടെ പെയിൻറ്റിങ് മാത്രമാണ് നമ്മൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നത് ഫ്രീ തിങ്കേഴ്സിൻ്റെ, ഫ്രീ തിങ്കിങ്ങിന് വളരെ ആവേശമുണ്ടാക്കുന്ന, അതായത് അവർക്ക് അനുകൂലമായ നല്ലൊരു സാഹചര്യം ഉണ്ടാകുന്നൊരു ചുറ്റുപാടിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയൊക്കെ അങ്ങനെ ആകണമെങ്കിൽ കുറച്ച് കാലമൊക്കെ ആകും. അതാണ് എൻ്റെ ഒരു കാര്യം. പെൺകുട്ടികൾ തന്നെയാണ് ചോദ്യം ചോദിക്കേണ്ടത്. കാരണം അവരാണ്, സ്ത്രീകളാണ് എല്ലാ മതത്തിൻ്റെയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇസ്ലാമിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. കാരണം ഭർത്താവ് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അടിക്കാമെന്ന് സിമ്പിളായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അതായത് പുരുഷനൊരു തെറ്റും വരില്ല എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെ. ഇപ്പോഴും 1400 വർഷം കഴിഞ്ഞിട്ടും അബൂലഹബിൻ്റെ ഭാര്യ വിറക് ചുമട്ടുകാരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ മാനവികത അനുസരിച്ച് അത് പറയുമോ? പറയാൻ പറ്റില്ല. പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള ഇതിന് 14 ദിവസം റിമാൻഡിൽ കിടക്കേണ്ടി വരും. അതിപ്പോൾ ജിബിരിയിലാണ്. ജിബിരിയിൽ പിന്നെ സങ്കല്പമായിട്ട് രക്ഷപ്പെടും. പറഞ്ഞവരകത്താകുമല്ലോ. പുതിയ കാര്യമാണ് പറയുന്നത്. മേരി ക്യൂറി എന്ന് പറയുന്ന മഹതിയുണ്ട്. മാഡം ക്യൂറി എന്ന് ശാസ്ത്രലോകം ബഹുമാനത്തോടെ വിളിച്ചിരിക്കുന്ന
അവരെ 2 നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഇപ്പോൾ ഇവർ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ സാക്ഷിയായിട്ട് വന്നാൽ, മറുപുറത്ത് കാന്തപുരം ആണെങ്കിൽ മേരി ക്യൂറി വേറൊരു സ്ത്രീയെ കൂടി വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നത് അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ത് പരിഹാസ്യതയാണുള്ളത്. അന്നേരം സ്ത്രീകളോട് വീട്ടിലിരിക്കാനാണ് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ പറ്റുമോ? വീട്ടിൽ ഇപ്പോൾ എനിക്ക് 2 പെൺകുട്ടികൾ മാത്രമാണ്. പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങളില്ലേ, ജോലിയെടുത്ത് എത്ര കുടുംബങ്ങൾ അവർ പോറ്റുന്നുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റമില്ലാത്ത എല്ലാം, അത് മതത്തിൻ്റെ കാര്യമാണെങ്കിലും പ്രത്യയശാസ്ത്രമാണെങ്കിലും വലിച്ചെറിയേണ്ടതും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഖുർആൻ കാലിക പ്രസക്തിയുള്ള ഒരു ഗ്രന്ഥമാണോ? പല ഇസ്ലാമിക പ്രഭാഷകരും മുഴത്തിനു 300 പ്രാവശ്യം പറയുന്നു ഇസ്ലാം കാലിക പ്രസക്തിയുള്ളതാണ്. മറ്റൊരു കാര്യം കാലിക പ്രസക്തിയാണ്. കാലിക പ്രസക്തി ഇല്ലാത്ത ഒരു സാധനം, അത് പ്രത്യയശാസ്ത്രമാണെങ്കിലും മതമാണെങ്കിലും നിലനിൽക്കില്ല. അത് ഒരു മതത്തിനുമില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ 1400 വർഷം മുമ്പുള്ള ഒരു ഗോത്രീയ കാലത്തെ ഇത് വെച്ചിട്ട് ഇപ്പോഴും അത് നടത്തിക്കൊണ്ടുപോകൽ ബുദ്ധിമുട്ടാണ്. മാനവിക വിരുദ്ധമായ കാര്യങ്ങളാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിലും അടിമക്കാര്യത്തിലാണെങ്കിലും മറ്റ് എല്ലാ കാര്യവും നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളൊന്നും ഇത് പ്രസക്തമല്ല, ആപ്ലിക്കബിൾ അല്ല. സ്ത്രീകളെക്കുറിച്ചുള്ള കാര്യം നമുക്കറിയാം. ഈ സ്വത്തവകാശത്തെക്കുറിച്ച് കാര്യം പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ ഭാര്യയെ മർദ്ദിക്കാമെന്നൊരു ദൈവം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെക്കുന്ന മതമാണ് ഇസ്ലാം. ഖുർആൻ പിന്നെ അബൂലഹബിൻ്റെ വൈഫ് വിറക് കെട്ട് ഇതുവരെയും താഴെ വെച്ചിട്ടില്ല. 1400 വർഷം തല വെച്ചുകൊണ്ടിരിക്കുക. ഹമ്മാലത്തിൽ അത്തബ് എന്നാണ് പറയുന്നത്. വിറക് ചുമട്ടുകാരിയാണ്. എന്താ അവർ ചെയ്ത് കുറ്റമൊന്നും അത് ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ തലം വെച്ച് ഇപ്പോഴത്തെ മാനവികത അനുസരിച്ച് അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? സ്ത്രീകളുടെ ഇതിന് നമ്മൾ 14 ദിവസം റിമാൻഡിൽ കിടക്കേണ്ട കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നിപ്പോകുന്നതാണ്. അത് ഓരോ കാര്യവും അതുപോലെ ദൈവം നേരിട്ട് വന്ന് പഴി പറയുക, നിരന്തരമായ നിത്യപീഡനം ആയ നരകത്തെക്കുറിച്ച് വർണ്ണിക്കുക, എന്നിട്ട് തൊട്ട് താഴെ തന്നെ പരമകാരുണികനാണ് എന്ന് എഴുതി വെക്കുക, പ്രവാചകനുമായി ഇഷ്ടമില്ലാത്ത ആളുകളെ വന്ന് തന്തയ്ക്ക് വിളിക്കുക. അൽഗലം എന്ന് പറയുന്ന അധ്യായത്തിലുണ്ട്. ഒരു കക്ഷി വന്ന് ജാരസന്ധി എന്ന് പച്ചക്കങ്ങ് പറഞ്ഞേക്കുക. അന്നേരം അതൊക്കെ ഇപ്പോൾ പുതിയ ചില ട്രാൻസ്ലേഷനിലൊന്നും അത് അങ്ങനെ എഴുതില്ല. അവർ ചെറിയ മിനുക്ക് പണിയൊക്കെ ചെയ്തിട്ടാണ്. അതൊക്കെ മൗദൂദിയെപ്പോലുള്ളവരൊക്കെ ഒന്നും ഒരുപാട് പെയിൻ്റ് അടിക്കാത്ത കക്ഷി, അതേയുള്ള കാര്യം അങ്ങ് എഴുതുന്ന കൂട്ടത്തിലാണ്. 13 വർഷത്തോളം പറഞ്ഞു നടന്നിട്ടും ആരും അനുസരിച്ചില്ല. അതുകൊണ്ട് വാളെടുത്തു എന്ന് എഴുതിയ ആളാണ് മൗദൂദി. അതൊരു മാനവികതയായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. നമുക്ക് മാനവികത നമ്മുടെ ആധുനിക കാലത്ത് നിന്ന് ആർജിക്കുന്ന ഇതനുസരിച്ചാണ് മനുഷ്യൻ ഇപ്പോൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ജീവിക്കുന്നത്. അങ്ങനെയാണ്. മുമ്പ് വിവാഹം 4-5 കഴിച്ചിരുന്നില്ലേ? ഇപ്പോഴെന്താ ആരും അങ്ങനെ കഴിക്കാത്തത്? അപ്പോൾ മാറി. ജനന നിയന്ത്രണത്തിൽ 10-12 കുട്ടികളുണ്ടായിരുന്നില്ലേ? ഇപ്പോഴാരും അവരെ തടയുന്നില്ലല്ലോ. എങ്കിലും കാര്യങ്ങൾ അങ്ങനെ ഇതാകും. പിന്നെ വേറെ ചില കാര്യത്തിൽ ഡീപ്പായിട്ട് വേറെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. വേഷവിധാനത്തിലും മറ്റു കാര്യത്തിലൊക്കെ ഉള്ള കാര്യം. അത് 80കളിലൊന്നും അങ്ങനെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ മലബാറിലെയും തെക്കൻ കേരളത്തിലെയൊക്കെ ഉള്ളവരുടെ വേഷവിധാനം ആളുകളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിലൊന്നും ആളുകൾ പെട്ടെന്ന് കോളേജിലൊക്കെ പോകുന്നവരെയൊന്നും മുസ്ലിം കുട്ടി, ക്രിസ്ത്യൻ, ഹിന്ദു എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമായിരുന്നില്ല. കോഴിക്കോടൊരു സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ കളി കുറച്ച് സ്ത്രീകൾ കാണുന്നൊരു പഴയൊരു പിക്ചർ കണ്ടു. അത് ആരാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോഴും കാലം മാറി. എന്തിനാ? കേരളത്തിലുള്ള ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ, അവരുടെ ഭിത്തികളിലുള്ള ഫോട്ടോ നോക്കും, ആ വേഷവിധാനം നോക്കും, മുഖമറക്കലുമില്ല, ഒന്നുമില്ല. ഈ മഫ്തായി ഒറ്റാലൊക്കെ പിന്നീട് വന്ന സംഭവമാണ്. പിന്നെ അത് ഗൾഫ് ജീവിതം, പിന്നെ ആ പെട്രോൾ ഡോളറിൻ്റെ ഒരു പ്രശ്നം, അപ്പോഴത്തേക്ക് വന്ന് കുറച്ച് പുത്തൻ ഫനാറ്റിക്കായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലുള്ളവരുടെയൊക്കെ ഇതാണ്. പിന്നെ കുറച്ചൊരു തളത്തിൽ ദിനേശൻ കോംപ്ലക്സും എല്ലാവർക്കും ഉണ്ടായി. ഞാൻ ഗൾഫിലാകുമ്പോൾ ഇവിടെ ഉള്ളവരങ്ങനെ മുഖമൊക്കെ കാണിച്ച് നടക്കേണ്ടെന്നൊരു തോന്നലുണ്ടായി കാണണം. എന്തായാലും അങ്ങനെ ആ കാലത്തിൽ നിന്ന് മാറി. മുമ്പ് ഇവിടുത്തെ മാത്രമല്ല, നമ്മുടെ അയൽരാജ്യങ്ങളിൽ തന്നെ പാകിസ്ഥാനിലെ ഗുലാം അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗസലൊക്കെ യൂട്യൂബിലുണ്ട്. അന്ന് ഉള്ള അതിലെ ശ്രോതാക്കൾ സ്ത്രീകളിരിക്കുന്ന വേഷം നോക്കുക. ഇപ്പോഴാണ് എത്രത്തോളം നമ്മൾ മതപരമായി അവരെ പ്രത്യേകിച്ച് സ്ത്രീകളെ അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതാണ് അതിൻ്റെ ഒരു. പിന്നെ മതേതരമായ രാജ്യത്ത് നിന്ന് എല്ലാ സുഖങ്ങളും നുകർന്നോട്ട കിടന്ന് വീമ്പിളക്കാനും എളുപ്പമാണ്.
ഈ മതചുറ്റുപാടിലും മതരാജ്യത്ത് ജീവിക്കുന്ന നിഷ്കളങ്കരായ വിശ്വാസികൾ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, താലിബാൻ്റെ കീഴിലൊക്കെ ഉള്ളവർ, അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നില്ല. ഇവിടെ നിന്ന് കിടന്ന് നെഞ്ചിൽ വറ്റുകുത്തുന്ന ഒരവസ്ഥയിൽ എന്തും വിളിച്ചു പറയാം. ബാലുശ്ശേരിമാർക്കൊക്കെ പറയാം അത് ഹറാം, ഇത് ഹറാം, ഇസ്ലാം ഭരണകൂടം എന്നൊക്കെ പറയാം. സംഗീതം നിഷിദ്ധമാണ്. എത്ര മാനവിക വിരുദ്ധമായിട്ടാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത്. അവരുടെ ആ സ്വാതന്ത്ര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നും സോഷ്യൽ മീഡിയകളിൽ ഇസ്ലാമിക പ്രഭാഷകർ ഇസ്ലാമിലെ ശാസ്ത്രീയതയെക്കുറിച്ചും ഖുർആനിലെ ശാസ്ത്രീയ വിജ്ഞാനങ്ങളെക്കുറിച്ചും ഈവൻ ഭ്രൂണശാസ്ത്രം, എവല്യൂഷൻ തിയറി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വാചാലമാകുന്നല്ലോ. താങ്കൾ കണ്ട ഖുർആനിൽ ഇത്തരം ശാസ്ത്രീയ സത്യങ്ങളുണ്ടോ? പിന്നെ ശാസ്ത്രീയത, ഇസ്ലാമിലെ ശാസ്ത്രീയത അല്ലെങ്കിൽ ഖുർആനിലെ ശാസ്ത്രം, അത് കോമഡിയാണെന്ന് നമുക്കറിയാമല്ലോ. ശാസ്ത്രത്തിന് മാറ്റങ്ങളുണ്ടാകും, ഇവർക്ക് മാറ്റങ്ങളില്ല. ഇവർ പറയാം ഭ്രൂണശാസ്ത്രം, എന്ത് ഭൂമിയെക്കുറിച്ചുള്ള കാര്യം, പിന്നെ ചരിയാതിരിക്കാൻ പർവ്വതങ്ങൾ ആണിയാക്കിയ കാര്യമൊക്കെ കാണുന്നുണ്ട്. അതൊന്നും യുക്തിയായിട്ടൊരു ബന്ധമില്ല. അവർക്ക് തന്നെ അറിയാം, ഒന്നിനൊരു കണ്ടിന്യൂറ്റി ഇല്ല, തുടർച്ച വേണ്ടേ. ഇപ്പോൾ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് തുടർച്ച വേണം. കുട്ടി ഉണ്ടാകുന്നതും ജനിക്കുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നൊരു സാധനമാണ്. ഇത് ഏതെങ്കിലും ഒരു കെട്ടുകഥകളുടെ സംഭവം എടുത്തിട്ട് മാത്രം, അതിനേക്കാൾ മുമ്പ് ഈ അറേബ്യൻ ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രീക്ക് ഇതിലൊക്കെ വളരെ രസകരമായിട്ട് ഈ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അത് വേറെ കാര്യം. പിന്നെ എവല്യൂഷൻ, പരിണാമം തെറ്റാണെന്ന് പറയേണ്ടതും ആ ശാഖയിലുള്ള അതിൽ പഠനം നടത്തേണ്ട ആളുകൾ, തെളിവുകൾ, ആ സയൻറ്റിസ്റ്റുകളാണ്. അല്ലെങ്കിൽ ഇവർക്കും പറയാം തെളിവുകളാണ് സയൻസിന് ആവശ്യം, ഊഹാപോഹങ്ങളല്ല. ഇപ്പോൾ ഇസ്ലാമിൻ്റെ അനുസരിച്ച് നമുക്ക് അറിയാത്തൊരു സാധനത്തിന് പുറകെ പോകരുതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും കണ്ടുപിടിക്കില്ലായിരുന്നു. കാരണം 4 കാലിൽ നടന്ന മനുഷ്യനാണ്, 4 കാലിൽ നടന്ന ജീവി തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ അതിനുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് വെറുതെ കെട്ടുകഥകൾ പറയുന്നതല്ലല്ലോ. അതുപോലെ ഒരു മതത്തെ തോൽപ്പിക്കാനോ ആദം കഥയെ പൊളിക്കാനോ അല്ല ഡാർവിൻ തിയറിയോ അല്ലെങ്കിൽ എവല്യൂഷൻ തിയറി വരുന്നത്. അതിൽ തെളിവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇപ്പോഴേ ഈ ഇത്രയും ഈ 9 മാസത്തിനടുത്തിന് കേരളത്തിൽ മാത്രം പത്രവാർത്ത എടുത്ത് നോക്കിയാൽ തൊണ്ടയിൽ, അതായത് ശ്വാസനാളത്തിൽ പാല് പോയി, മുലപ്പാൽ അടഞ്ഞ് കുട്ടികൾ ശ്വാസം മുട്ടി. ഇപ്പം മിനിയാന്ന് കായംകുളത്ത് പത്രവാർത്ത ഉണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ശ്വാസനാളവും നമ്മുടെ അന്നനാളമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതായത് പരിണാമത്തിലുള്ളൊരു പാളിച്ച തന്നെയാണ്. അല്ലാതെ അത് ശ്രേഷ്ഠമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞ്, ഒന്നും അറിയാത്ത കുഞ്ഞ് തൊണ്ടയിൽ മുലപ്പാൽ, ശ്വാസനാളത്തിൽ മുലപ്പാൽ കുരുങ്ങി മരിച്ചു പോകുക എന്ന് പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയോ. എന്നിട്ട് ആസൻ അടിപൊളിയായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് പറയും. ഈ അടിപൊളിയായിട്ട് സൃഷ്ടിച്ചിട്ട് തന്നെ നമ്മൾ സുന്നത്ത് ചെയ്യണം, അത് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നം, ഇത് കൂലി, അങ്ങനെ അങ്ങ് പോകുന്നതാണ്. പിന്നെ മുസ്ലിങ്ങൾ ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ അഹമ്മദിയ പോലുള്ള ആളുകളൊക്കെ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ള മറ്റ് ചില കക്ഷികളൊക്കെ എവല്യൂഷൻ തിയറിയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അത് അവരുടെ രസകരമായ വീഡിയോസൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഇവർക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ ഉള്ള ഇതില്ല. കാരണം ക്രിസ്തീയ നേതൃത്വം എന്ന് പറയുന്ന യൂറോപ്പിലെ കക്ഷികൾ, മാർപ്പാപ്പ ഉൾപ്പെടെവരൊക്കെ എവല്യൂഷൻ തിയറിയൊക്കെ അംഗീകരിക്കുന്നു. മറ്റ് അമാനവികത അനുസരിച്ചൊക്കെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇപ്പോഴും ഈ ഒരു കുറ്റിയിൽ കെട്ടിയ പോലെ അവിടെ കിടന്ന് കറങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഈ പൊട്ടക്കഥകളും 1001 രാവുകളിൽ അതൊക്കെ ഒരു മെത്തോളജിയുടെ ഭാഗമായിട്ട് നമുക്ക് വായിച്ച് പോകാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഗ്രീക്ക് മെത്തോളജിയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, പെഴ്സ്യൂസ് പറക്കുന്ന കുതിരയിൽ പോകുന്നുണ്ട്. രസമാണ്, എന്ത് രസകരമായിട്ട് അതൊക്കെ വായിച്ച് വിടുന്നതാണ്. പക്ഷേ അത് ഇവിടെ ആകും, ബുറാക്കാകും, ചിറകുള്ള കുതിര, അതിൽ കയറി, അതും പുള്ളിങ്ങുമില്ല, അതിൽ ആകാശയാത്രയൊക്കെ നടത്തിയിട്ട് വന്ന് അത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ നരകത്തിലാണ്. പിന്നെ നിത്യയാതിനുള്ള നരകത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുന്നു. തണുത്ത വെള്ളവും ചൂടുവെള്ളവും സക്കവും വൃക്ഷം ഇല്ലാമൻ ലരിയല്ലാതെ ഒന്നും വേറെ ഒരു ഫുഡും ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ നിത്യയാതന, അതൊന്നും മാനവികത വിരുദ്ധമാണത്. പഴങ്കഥകൾ പോലും കാണാത്ത കാര്യങ്ങൾ ഇപ്പോഴെപ്പോഴും എങ്ങനെ വിശ്വസിക്കുകയാണ്? പിന്നെ സ്വർഗത്തിലെ കാര്യം എന്ത് അസംബന്ധമാണ്. അവിടെ സ്ത്രീകളുടെ കാര്യം കട്ടപ്പുകയാണ്. അത്തരം ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് കോമഡിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഇത് പറയുന്ന എൻ്റെ ഫാദറിൻ്റെ പേര്, എൻ്റെ ബാപ്പയുടെ പേര് അബ്ദുള്ളയും ഉമ്മയുടെ പേര് ആമിന എന്നാണ്. എൻ്റെ അടുത്ത് ഇതുവരെയും ജിബിരിയിൽ വന്നില്ല എന്ന് പറയുന്നില്ല. ഒരു 14 വയസ്സൊക്കെ ആയപ്പോൾ ഞാനൊരിക്കലും എന്തോ എംപോസിഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കക്ഷി വന്ന് പറഞ്ഞു, ഞാൻ ജിബിരിയിലാണ്, വായിക്കാറിയാം. ഞാൻ പറഞ്ഞു വായിക്കാം, അറിയാം, എഴുതുന്ന കണ്ടില്ലെന്ന് ഞാൻ ചൂടായിട്ട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ തൊട്ട് പ്രബോധനം തുടങ്ങിക്കോ.
ഞാൻ അന്നേരം തിരിച്ച് ഞാൻ ഒരു ചെറിയ റിക്വസ്റ്റ്, എനിക്ക് 100 പേജ് എഴുതാനുണ്ട് സാറ്, ജിബിലിൽ സാർ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം ഇറങ്ങി ഓടിയാണ്. ഇപ്പോൾ 53 വയസ്സ് ഞാൻ കണ്ടിട്ടില്ല. ഈ കൂട്ടത്തിൽ വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളൂ, കോമഡിയായിട്ട് എടുത്താൽ മതി. അത് ഈ കോമഡി അല്ലെങ്കിൽ ഹാസ്യം, സംഗീതം, ഇതിനൊന്നും ഒരു സ്ഥാനമില്ല. ചാർലി ചാപ്ലിൻ, ഗ്രേറ്റ് ചാർലി ചാപ്ലിൻ, ഗ്രേറ്റ് കുഞ്ചൻ നമ്പ്യാർ, ഇവരൊക്കെ നരകത്തിലാണ്. ഇനിയിപ്പോൾ ദൈവം ഉണ്ടെങ്കിലും ബെറ്റർ റസൽ പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് മുമ്പിൽ വരുമ്പോൾ ചോദിക്കാൻ നമുക്ക് തെളിവില്ലായിരുന്നു സാറേ, അതുകൊണ്ട് വിശ്വസിച്ചില്ല. തെളിവുകൾ വേണം. പിന്നെ ഈ കുട്ടിക്കഥയിലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമല്ലല്ലോ. കാരണം പൂമ്പാറ്റകൾക്ക് നിറം കൊടുക്കുന്നു, അത് പറക്കുന്നു, പക്ഷി പറക്കുന്നു, ആകാശത്ത് മഴയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അദ്ദേഹമാണ് ഈ പറയുന്ന ദൈവസങ്കല്പം. ആ ദൈവമാണ് ചെയ്തത്. അല്ലെങ്കിൽ നിത്യയാതനയിലേക്ക് പൊരിക്കുക, നിത്യയാതനയിട്ട് ഇതാക്കുന്ന ആ ഒരു കഥയാണ് നമ്മൾ സാമാന്യ യുക്തിയുള്ള ആർക്കും അത് പറ്റുന്നൊരു കാര്യമല്ല. സംഗീത ഹറാമാണെന്നാണ് ബാലുശ്ശേരി, അദ്ദേഹത്തെ ഫുൾ നെയിം എനിക്കറിയില്ല, പറഞ്ഞു നടക്കും. അദ്ദേഹം ഈ ഖുർആൻ തന്നെ സംഗീത രൂപത്തിൽ ഓതുക, അതാണ് പലർക്കും ഇഷ്ടമുണ്ടാക്കുന്ന, പലരിലേക്കും ആകർഷണം ഉണ്ടാക്കുന്ന ഒരു സാധനം. അതൊരു സംഗീതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. മനുഷ്യനുള്ള കാലത്തെ ഉള്ള സാധനമാണ് സംഗീതം. അത് എന്ത് അർത്ഥത്തിലാണ് അത് നിഷിദ്ധമാക്കിയെന്നുള്ളത് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. അതൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ചെണ്ട കൊട്ടുന്നത് ഇഷ്ടമല്ല, സംഗീതം പ്രശ്നമാണ്, സംഗീതം കേട്ടിട്ട് ആരും നന്നായിട്ടില്ലെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? ശാസ്ത്രീയതയ്ക്ക് വേണ്ടി എന്ത് സംഭവം വളച്ചൊടിക്കുക, ഇവർക്ക് അനുകൂലമായൊരു സാധനം. പക്ഷെ അത് ശാസ്ത്രമാണെങ്കിലോ പറയാൻ, ഉദാഹരണം അൻകബൂത്ത് എന്ന് പറയുന്നൊരു അധ്യായത്തിൽ എട്ടുകാലി അൻകബൂത്ത്, അതിൽ എട്ടുകാലിയുടെ ഉപമ നോക്കുക, എത്ര ദുർബലമാണ് അതിൻ്റെ വീടെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് ഇനി എത്ര കടുപ്പമുള്ളതാണ് അതിൻ്റെ വീടെന്ന് പറഞ്ഞിരുന്നെങ്കിലോ. കാരണം ചിലന്തി വലയുടെ അത്രയും സാന്ദ്രത, അത്രയും കട്ടിയുള്ള ഏറ്റവും കടുപ്പമുള്ള സാധനം ചിലന്തിയുടെ നാരാണെന്നാണ് പറയുന്നത്. അത് ദുർബലമാണെന്നാണ് പറയുന്നത്. അത് കടുപ്പമുള്ളതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനു വേണ്ടി 30,000 പേജ് ഇവർ കാച്ചി കളയുമായിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ചില കാര്യങ്ങൾക്ക് ചിരി വരും. കഴുതയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹ് പറയുന്ന ശബ്ദങ്ങൾ ഏറ്റവും മോശം കഴുതയുടെയാണെന്നാണ് ഖുർആനിൽ തന്നെ പറയുന്ന കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാം. അത് ശാസ്ത്രീയതയെക്കുറിച്ച് പറയുന്ന ബാലിശമായ കാര്യമാണ്. കാരണം പ്രവാചകൻ തന്നെ കരുതിയ കാര്യമല്ല ഇതൊന്നും. ഇങ്ങനെ പോപ്പുലർ ആകുന്ന കാര്യം ഇപ്പോൾ മാതാമൃതാനന്ദമായി ഒരു 35-40 വർഷം മുമ്പ് കരുതിയോ ഈ അവസ്ഥയിലെത്തുമെന്ന്. അത് ബാക്കിയുള്ളൊരു സെറ്റപ്പും സമ്പത്തും അതിൻ്റെ ഒരു മറ്റ് സംസ്ഥാപനത്തിനുള്ള കാര്യങ്ങളും നമുക്കറിയാം. ഈ കൃഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ കൃഷി നടത്തിപ്പോ അതിൻ്റെ പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഞാനൊരു ഹദീസ് വായിച്ചിരിക്കുന്ന ഈ പൂമ്പൊടി കൃത്രിമമായിട്ട് ഇത് നടത്തുന്ന ഈ ആളുകൾ പ്രവാചകനോട് ചെന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് വിളവെടുപ്പ് കൂടുതലായപ്പോൾ അദ്ദേഹം തിരുത്തിയെന്ന് പറഞ്ഞ ഒരു ഹദീസ് വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. അതിനും പലതിനെക്കുറിച്ച് പറയുന്നില്ല, അറിയില്ലാത്ത ഒരാൾ ഗനീമത്ത് കൊണ്ട്, യുദ്ധമതിൽ കൊണ്ട് മാത്രം ആളുകളെ ജീവിപ്പിക്കാൻ പഠിപ്പിച്ചതാണെന്ന് തോന്നിപ്പോവും പല കാര്യം. ഇത്രയും യുദ്ധം ചെയ്ത ആളുകൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പം ബദർ യുദ്ധത്തിലുള്ള ആളുകൾ നമ്മൾ ഷഹീദായവർ ബദരീങ്ങളെന്ന് പറയും. അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ജമൽ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. ഇവർ രക്തസാക്ഷികളായിട്ട് ഇവർ കാണുന്നുണ്ടോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥനയോ അംഗമോ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. താങ്കൾ ഒരുപാട് പുസ്തകങ്ങളുമായി വായനയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരാളാണല്ലോ. താങ്കളുടെ ഇത്രയും കാലത്തെ വ്യത്യസ്തമായ പുസ്തക വായനയെക്കുറിച്ച് ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമോ? ഇസ്ലാമിലെ മാനവികതയെക്കുറിച്ച് എപ്പോഴാണ് താങ്കൾ വിഭിന്നമായി ചിന്തിക്കാൻ തുടങ്ങിയത്? അതായത് താങ്കൾ വായിച്ച, താങ്കൾ മനസ്സിലാക്കിയ, ഇന്ന് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക സംസ്കാരത്തിൽ മാനവികത ഇല്ല എന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടത് എപ്പോഴാണ്? കുട്ടിക്കാലത്തെ പുസ്തകങ്ങൾ ധാരാളം എനിക്ക് കിട്ടിയിരുന്നു, കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ. അന്ന് കാരണം എൻ്റെ ഫാദർ ഒരു CPI അനുഭാവിയായിരുന്നു. അന്ന് പ്രഭാത് ബുക്ക് ഹൗസ് കത്തി നിൽക്കുന്ന കാലമാണ്. റഷ്യയിൽ റാദ്ഗോ പബ്ലിഷേഴ്സ് അവിടുന്ന് അച്ചടിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള പുസ്തകങ്ങൾ ഈ പ്രഭാത് ബുക്ക് ഹൗസിന് തുച്ഛമായ വിലക്ക് കിട്ടുമായിരുന്നു. റഷ്യൻ നാടോടി കഥകൾ, ടോൾസ്റ്റോയിൻ്റെ കുട്ടികൾക്കുള്ള കഥകൾ, അതിൻ്റെ ചിത്രരചനയൊക്കെയായിട്ട് വളരെ മനോഹരമായ പുസ്തകങ്ങൾ. അത് വായിക്കും. ഈ കഥാപുസ്തകങ്ങളൊന്ന് കയ്യിൽ ഒരുപാട് കിട്ടിയിരുന്നില്ല, ചെറിയ കാലമല്ലേ. അങ്ങനെ ഹൈസ്കൂൾ കാലമാകുമ്പോഴാണ് വായനയിൽ കുറേ വേരിയേഷൻ ഉണ്ടാകുന്നത്. മറ്റു പുസ്തകങ്ങൾ വായിച്ചു. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു പ്രശസ്തമായ ലൈബ്രറി ഉണ്ട്. എല്ലാത്തരം പുസ്തകങ്ങളും മതപുസ്തകങ്ങളും എല്ലാ സാഹിത്യമൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടുന്ന് പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ മതഗ്രന്ഥങ്ങളും വായിച്ചു തുടങ്ങി. ട്രാൻസ്ലേഷനും മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പലതും, ഇഹ്യാഉലുമുദ്ദീൻ പോലുള്ള ഇമാം ഗസാലിയുടെ പുസ്തകങ്ങൾ,
അത് ഇപ്പോൾ 36 വാല്യമൊക്കെ എൻ്റെ മെമ്മറിയിലില്ല അത്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചു, കൂട്ടത്തിൽ സാഹിത്യം അങ്ങനെ വായിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്കൊരു മറ്റ് ചില തീപ്പൊരികൾ ഈ സംശയങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. ഈ ഉദാഹരണം ഈ പാവങ്ങൾ എന്ന് വിക്ടർ യുഗോയുടെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് അതിലെ ഹ്യൂമാനിറ്റി സത്യത്തിൽ ഈ മതഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ ഇല്ല. കാരണം നിത്യയാതനയായ നരകത്തെ കാണിച്ചു തരുന്ന ഒരു ദൈവത്തെക്കാൾ എന്ത് രസകരമായിട്ടാണ് ഈ സാഹിത്യകാരന്മാരൊക്കെ നമുക്ക് ഈ ലോകം കാണിച്ചു തരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ പലതരം പുസ്തകങ്ങൾ, മൗദൂദി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ പുസ്തകമാണ് കുത്തുബാത്ത്, വേറെ ചില പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉള്ള ആളെടുത്ത് തന്നു. അന്ന് നമുക്ക് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചൊന്നും വലിയ ധാരണയുള്ള കാലമല്ല, ടീനേജാണ്. പക്ഷെ അത് വായിച്ചപ്പോഴും എനിക്ക് അതിൽ ഭയങ്കര മാനവവിരുദ്ധമായൊരു സംഭവം അന്നേ തോന്നിയിട്ടുള്ളതാണ്. കാരണം മനുഷ്യൻ എന്നുള്ള ഒരു തലത്തിൽ നിന്നല്ല, മുസ്ലിം എന്നുള്ള തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. അന്ന് സംശയം തോന്നിയിരുന്നു ഈ കാര്യത്തിൽ. അപ്പോഴാണ് അദ്ദേഹത്തെ വളരെ ഡീപ്പായിട്ട് ഞാൻ വായിച്ചില്ല. കുറച്ച് കാലം കഴിഞ്ഞാണ് മറ്റു രീതിയിൽ മൗദൂദിയുടെ സാഹിത്യമൊക്കെ വായിക്കാൻ തുടങ്ങിയത്. പിന്നെ പുസ്തകങ്ങൾ ഈ ട്രാൻസ്ലേഷൻ നമ്മുടെ ആദ്യമായി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത CN മൗലവി, ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ചു. മാത്രമല്ല അദ്ദേഹം ഹജ്ജിന് പോയൊരു യാത്രാ വിവരണം ഒരു പുസ്തകം വായിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അതിൽ ഈ അടിമക്കച്ചവടത്തെക്കുറിച്ച് സൗദി അറേബ്യ മക്കയിൽ അടിമകളെ നിരത്തി നിർത്തിയിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിപ്പോൾ ഇങ്ങനൊരു സംഭവം മാനവികതയായിട്ട് ഒട്ടും. കാരണം നമുക്ക് ഈ അടിമത്തം എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ വായിച്ചിട്ട് ചെറിയ കഥകളും ഇതൊക്കെ വായിച്ച് അതിൻ്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇത്രയും മാനവികതയുള്ളൊരു മതം അതിൽ നിന്നും ഇനിയും മോചിക്കപ്പെട്ടിട്ടില്ല എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നതാണ്. പിന്നെ കുറേ കാലം മതപരമായ പുസ്തകങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധമുണ്ടായിരുന്നില്ല. പിന്നെ ലിറ്ററേച്ചർ, മറ്റ് സാഹിത്യ കൃതികളാണ് അതിലോട്ട് ഭയങ്കര ഒരു ഇത് തോന്നിയൊരു കാലമാണ്. പിന്നെ 80കൾ അവസാനം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസൊക്കെ കത്തി നിൽക്കുന്ന കാലം, ഗസാൻ സാക്കീസിൻ്റെ മനോഹരമായ പുസ്തകങ്ങൾ, ദസ്തേവിസ്കി, ടോൾസ്റ്റോയുടെയൊക്കെ സുന്ദരമായ അങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ്. ഇതുമായൊന്നും യാതൊരു ബന്ധവുമില്ല. മതം പള്ളിയിലൊന്നും പോകുന്നതൊന്നും കമ്പൽസറി ആരും പറയാനും ഉണ്ടായിരുന്നില്ല, നിർബന്ധിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന കാലമാണ്. എങ്കിലും ഈ റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ചുള്ള അതിലൊക്കെ വെറുതെ ഒന്ന് കൗതുകത്തോടെ എത്തി നോക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഉദാഹരണം, ചില അന്ന് പ്രശസ്തരെന്ന് പറയുന്ന ആളുകളുടെ മതപ്രസംഗം ഒക്കെ കേൾക്കാനൊക്കെ ഇത്തിരി സമയം പോകും. 10 മിനിറ്റ് കഴിഞ്ഞ് ബോറടിച്ച് തിരിച്ചു പോകും. അതൊക്കെ അന്നത്തെ കാലത്തെ ഒരു കാര്യം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു 19-20 വയസ്സൊക്കെ ആകുമ്പോഴും ബെർട്രൻഡ് റസ്സലിൻ്റെ പുസ്തകം, ഒരു പ്രത്യേകിച്ച് വയാമിനോട്ടെ ക്രിസ്ത്യൻ എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണത്. അത് വായിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നി. കാരണം മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഒരാളുടെ എനിക്ക് തോന്നിയൊരു രസകരമായ കാര്യം, റസൂലിൻ്റെ പാതയല്ല, റസ്സലിൻ്റെ പാതയാണ് മനുഷ്യത്വത്തിൻ്റെ പാതയെന്ന് എനിക്ക് അന്ന് തോന്നി. അന്ന് മുതൽ അങ്ങനെ ഒരു മാറ്റമായി. പിന്നെ അതുമായി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് കുറച്ച് വായിച്ചത്. അതും ഭയങ്കര വിമർശന ബുദ്ധിയോടെ ഞാൻ ഖുർആൻ്റെ ട്രാൻസ്ലേഷനോ മറ്റ് ബൈബിളോ ഒന്നും വായിക്കാറില്ല. ഒരു രസം, ഇപ്പോൾ ഉത്തമഗീതം വായിച്ചു പോകുന്ന ആ മൂഡിൽ തന്നെ. പക്ഷേ എങ്കിലും പിന്നീട് ഈ നമ്മുടെ കേരളത്തിലെ സാഹചര്യം മാറുന്നൊരു ഇതുണ്ടായി. കാരണം മതത്തിൻ്റെ തീഷ്ണത കൂടി വന്നു. വേഷവിധാനത്തിലും എല്ലാത്തിലും ഒരു കമ്പൾഷൻ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കുറച്ച് സ്ത്രീകൾ. ആ സമയത്താണ് കുറച്ചിതിനെ വിമർശനപരമായിട്ട് നോക്കിക്കണ്ടത്, വായിച്ചു തുടങ്ങിയതും. അതൊരു ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പൊള്ളത്തരങ്ങളും അവരുടെ കാപുഡ്യം, അവരുടെ കയ്യിലിരിപ്പൊക്കെ മനസ്സിലാക്കി തന്നത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രമുഖരായ എഴുത്തുകാരുണ്ട്. ഇതിനെതിരെ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ, ഹമീദ് ചേന്ദമംഗലൂർ, കാരശ്ശേരി മാഷ്, ആനന്ദ് സാറ്, അങ്ങനെയുള്ളവരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ ക്രിട്ടിസൈസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതറിയണമെന്ന് തോന്നി. അങ്ങനെ ആ പാതയിൽ കുറച്ച് ഒക്കെ വായന നടന്നിട്ടുണ്ട്. ഇതൊക്കെ അതിൽ കൂടുതലും മതത്തിൻ്റെ ക്ലച്ചസ് എന്ന് പതിയെ എന്നല്ല, മുമ്പ് ഉണ്ടായിരുന്നില്ല തീവ്രമായിട്ട്, എങ്കിലും പൂർണ്ണമായിട്ട് അത് അവിശ്വാസം, ഇങ്ങനൊരു സങ്കല്പം തന്നെ, ഈ ദൈവസങ്കല്പം തന്നെ അങ്ങ് അതിൽ നിന്നും ഒരുപാട് അകന്നകന്ന് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നത്. താങ്കൾ മനസ്സിലാക്കിയ ഇസ്ലാം ഏതാണ്ട് ഞങ്ങളുമായി താങ്കൾ പങ്കുവച്ചിട്ടുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താങ്കൾക്ക് നമ്മുടെ ഓഡിയൻസിനോട്, താങ്കളെ ശ്രവിക്കുന്ന ശ്രോതാക്കളോട്
എന്ത് മെസ്സേജാണ് ഈ സാഹചര്യത്തിൽ നൽകാനുള്ളത്? ഗോത്രീയ കാലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മൃഗബലിയും ഇതൊക്കെ കൊണ്ടിരിക്കേണ്ട കാലമൊക്കെ എന്നേ കഴിഞ്ഞു. ഇപ്പോൾ കാലം മാറി. ഈ പഴങ്കഥകളൊക്കെ നമ്മൾ വലിച്ചെറിയണം. ഗ്രീക്ക് മെത്തോളജിയൊക്കെ വായിച്ച് കുട്ടിക്കാലത്ത് നമ്മൾ രസിച്ചിട്ടില്ലേ? പേഴ്സ്യൂസ് എന്ന് പറയുന്ന കക്ഷിക്ക് പറക്കുന്ന കുതിരയിൽ പോയിട്ടുണ്ട്. അതിന് പറക്കുന്ന കുതിര ഇവിടെ വരും ബുറാക്കായി. അത് പോകും നമ്മൾ വിശ്വസിച്ചില്ല, നമ്മൾ നരകത്തിലാണ്. അതൊക്കെ വിശ്വസിച്ചോളണം. പക്ഷെ അതൊക്കെ മിത്തായിട്ട് മാത്രം കണ്ടുള്ള ആ രീതിയിൽ അങ്ങ് അവഗണിക്കുക. കൂടുതൽ മനുഷ്യനാകുക. അപ്പോൾ മതം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇത്രേ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി ടീച്ചർ. നന്ദി, നമസ്കാരം. വളരെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗഹനമായ വായനകളിലൂടെ അനുഭവത്തിലൂടെ ലഭിച്ച വിജ്ഞാനം നമ്മളോട് പങ്കുവച്ചതിനും എൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് എൻ്റെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിന്, അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹം ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയത്. ഒരുപാട് വലിക്കാതെ, നീട്ടാതെ, എന്നാൽ ചുരുക്കാതെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി മർമ്മപ്രധാനമായി ഉത്തരം പറയുകയും ചെയ്ത നമ്മളോട് 100% സഹകരിച്ച നിസാർ ബായ്ക്ക് വളരെയധികം നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്കിനിയും നാളെ കാണാം. പിന്നീട് ടീനേജിലാണ് പുസ്തകങ്ങളൊക്കെ ആയിട്ട് 80കളിലാണ് അത് പുസ്തകങ്ങളൊക്കെ ആയിട്ട് അടുക്കുന്നത്. അത് മതഗ്രന്ഥങ്ങളും മതേതര ഗ്രന്ഥങ്ങൾ സാഹിത്യമൊക്കെ വായിച്ച് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സുന്ദരമായ കാലമായിരുന്നു. അപ്പോഴാണ് മതഗ്രന്ഥങ്ങൾ തന്നെ ഇഹ്യാ ഉലുമുദ്ദീൻ, ട്രാൻസ്ലേഷൻ ഖുറാൻ്റെ ഇതൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട്. അതൊന്നൊരു എൻ്റെ ഒരു വൺ സൈഡിൽ നിന്നുള്ളൊരു വായനയല്ല. ഞാൻ എൻ്റെ കിതാബാണ്, ഇത് പറയുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞ് ഞാൻ വായിക്കാറില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ നിഷ്പക്ഷമായിട്ടാണ് വായിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ സാഹിത്യകൃതികളുടെ ഏഴയലത്ത് പോലും നമ്മുടെ ഒരു മതഗ്രന്ഥങ്ങളും വരുന്നില്ലെന്നുള്ളതാണ്. ഉദാഹരണം ഇപ്പോൾ വിക്ടറിയുടെ പാവങ്ങൾ. ഈ പാവങ്ങളുടെ ഹ്യൂമാനിറ്റി ഒരു മതഗ്രന്ഥത്തിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് വേറൊരു കാര്യം. പിന്നെ മത ചുറ്റുപാടെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ പാസ്റ്റ് കേരളത്തിൽ ഈ ഇസ്ലാം മതത്തിൽ ജനിച്ചു, നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ജീവിച്ചു പോന്നു ഈ മതനിഷ്ഠയൊക്കെ ആയിട്ട്. ആ ഒന്നിലൊരു കമ്പൾസറി ആയിട്ടുള്ള നിർബന്ധ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇത് മാറി വന്നത് കുറച്ച് കാലം കഴിഞ്ഞാണ് ഈ പെട്രോ ഡോളറും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഫനാറ്റിക്കായിട്ടുള്ള ആളുകളൊക്കെ വന്ന് മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഇവർ ഈ സ്ലോ പോയിസം കൊടുത്ത് അത് മുഖം മറക്കണം, വേഷവിധാനത്തിലാണ്, അത് ഹറാം ഇത് ഹറാം എല്ലാം എവിടെയും തിരിയാൻ പറ്റാത്തൊരു രീതിയിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ അങ്ങനെ ആക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പറയേണ്ടതില്ലല്ലോ. അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. പിന്നെ വളരെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗഹനമായ വായനകളിലൂടെ അനുഭവത്തിലൂടെ ലഭിച്ച വിജ്ഞാനം നമ്മളോട് പങ്കുവച്ചതിനും എൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് എൻ്റെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിന്, അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹം ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയത്. ഒരുപാട് വലിക്കാതെ, നീട്ടാതെ, എന്നാൽ ചുരുക്കാതെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി മർമ്മപ്രധാനമായി ഉത്തരം പറയുകയും ചെയ്ത നമ്മളോട് 100% സഹകരിച്ച നിസാർ ബായ്ക്ക് വളരെയധികം നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്കിനിയും നാളെ കാണാം.